ഏതായാലും മെഹറാജിൻ്റെ രാത്രിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രയിൽ പറഞ്ഞത് ലിനുരിയഹു മിൻ ആയാത്തിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഇസ്രയും മെഹറാജും ഒരുപാട് മുഅ്ജിസാത്തുകൾ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കഴിവിനപ്പുറത്തുള്ള അതിശയങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സൂറത്തുൽ ബനി ഇസ്രായേലിലെ ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കുവാൻ. അതിൽ ആദ്യമായിട്ട് ഒരുപാട് ഹദീദുകൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മറ്റും പറഞ്ഞ ഹദീദുകളിൽ ആദ്യമായിട്ട് മക്കത്തിൽ നിന്ന് പുറപ്പെട്ടപ്പം ബുറാഖിൻ്റെ മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ടത് ഒരു ഇഫ്രീത്തായിരുന്നു. ഇഫ്രീത്തായിരുന്നു അല്ലാഹുവിൻ്റെ റസൂലിനെ ആദ്യമായിട്ട് നേരിട്ടത്. ഇഫ്രീത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഖാല ഇഫ്രീത്തു മിനൽ ജിൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മജ്ലിസിൽ അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാം ബൽഖീസിൻ്റെ കൊട്ടാരത്തിന് അവിടെ ഇരുന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരാം നബിയെ. വൈന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഞാൻ ഭയങ്കര ശക്തനാണ്, ഞാൻ അമീനാണ്, പറയുന്ന കാര്യത്തിൽ സത്യസന്ധത പുലർത്തവനാണെന്ന് പറഞ്ഞവനാണ് ഇഫ്രീത്ത്. ആ ഇഫ്രീത്താണ് ഹദീദുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം നേരിട്ടു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറഞ്ഞു, ഇഫ്രീത്ത് തീയും കൊളുത്തിയായിരുന്നു. യത്ലുബുഹു ബിശുഅലത്തിൻ മിനന്നാർ, തീയും കൊണ്ടായിരുന്നു വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറഞ്ഞു കൊടുത്തു, ഞാനൊരു ദുആ പറഞ്ഞു തരട്ടെ, അവൻ അടിച്ചിടുന്നു, അവനെ വീഴ്ത്തുന്നത് കാണുന്നോ എന്ന് പറയുകയും ഒരു ദുആ പഠിപ്പിക്കുകയുണ്ടായി. അത് ഓതിയപ്പോൾ അവൻ ഇഫ്രീത്ത് ഫൻകബ്ബ ലിഫൈഹി വതുഫിയത് ശുഅലതു, മൂക്ക് കുത്തര വീഴുന്നതും അവൻ്റെ തീ അണഞ്ഞു പോകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. ഇഫ്രീത്ത് എന്ന് പറയുന്നത് മനുഷ്യനെ ഉപദ്രവിക്കുന്ന വളരെ ശക്തമായ, ഞാൻ പറഞ്ഞില്ലേ ഇഫ്രീത്ത്, ബൽഖീസിൻ്റെ കൊട്ടാരത്തെ ഞാൻ കണ്ണടച്ച് മുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളാണ് ഇഫ്രീത്ത്. അവിടെ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ജിന്നിൻ്റെ രാത്രിയിൽ ഇഫ്രീത്ത് വന്നു. അപ്പോഴും ജിബ്രീൽ ചോദിച്ചു, ഞാൻ ദുആ പഠിപ്പിക്കട്ടെ, അവൻ വീഴുന്നത് കാണണോ? അത് ദുആ പഠിപ്പിച്ചു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു എന്നെ ശൈത്താൻ വല്ലാണ്ട് ഉപദ്രവിക്കുന്നു നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ പഠിപ്പിച്ചു കൊടുത്തു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു കലിമാത്തുകൾ പറയൽ എനിക്ക് പതിവാക്കിയിരുന്നു, ഞാൻ അത് ഓതിയിരുന്നു, ഇല്ലെങ്കിൽ യഹൂദികൾ സെഹർ കൊണ്ട് എന്നെ കഴുതയാക്കി മാറ്റി. എന്നെ യഹൂദികൾ സെഹറിൻ്റെ വക്താക്കളാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യഹൂദികളുടെ പുരോഹിതനായിരുന്നു. യഹൂദികൾ എന്നെ സെഹർ കൊണ്ട് അടിച്ചിടുമായിരുന്നു എന്ന് പറയുമായിരുന്നു. ഈ ദുആ പലപ്പോഴും ഇതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും ഓതുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ. ഏകദേശം 10ഓളം ആപത്തുകളിൽ നിന്നും 10ഓളം വലിയ ശക്തികൾ. ഇഫ്രീത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഖാല ഇഫ്രീത്തു മിനൽ ജിൻ, അതായത് ഒരു കൊട്ടാരത്തെ തന്നെ എണീക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ കഴിവുള്ള ഇഫ്രീത്ത്. നമ്മൾ ജിന്നിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ആ ദുആ ഏതാണെന്ന് പറഞ്ഞാൽ, അഊദു ബിവജ്ഹില്ലാഹിൽ കരീം വബികലിമാത്തില്ലാഹി താമ്മാത്തി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ മിൻ ശർരി മാ യൻസിലു മിനസ് സമാ വമിൻ ശർരി മാ യർജു ഫീഹാ വമിൻ ശർരി മാ ദറാ ഫിൽ അർളി വമിൻ ശർരി മാ യഖ്റുജു മിൻഹാ വമിൻ ഫിതനിൽ ലൈലി വന്നഹാരി വമിൻ തവാരിഖിൽ ലൈലി വന്നഹാരി ഇല്ലാ താരിഖൻ യത്റുകു ബിഖൈരി യാ റഹ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതിയപ്പോൾ അവനങ്ങനെ മൂക്ക് കുത്തനെ വീഴുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ മുഖവുരകളിൽ ഈ ദുആ ഓതാറുണ്ട്. ഇത് മെഹറാജിൻ്റെ രാത്രിയിലെ അതിശയമായ ദുആക്കളിൽ ഒന്നാണ്. ഞങ്ങൾക്ക് വേറെ ആളുകളെ പഠിപ്പിക്കണ്ടേ, അള്ളാഹുക്ക് പൂർത്തിയാട്ടെ. അപ്പോൾ ഈ ദുആ നിങ്ങൾ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ രാവിലെയും വൈകിട്ടും നിങ്ങൾ ഓതുക.
വളരെ മനോഹരമായ അതിമനോഹരമായ ദുആ. ഞാൻ പറഞ്ഞില്ല, മെഹറാജിൻ്റെ രാത്രിയിൽ ജിബ്രീൽ ചോദിക്കാം, അടിച്ചിട്ടെന്ന് കാണണോ, അവൻ വീഴുന്നത് കാണണോ? ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഓതുന്നുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഓതുന്നുണ്ടായിരുന്നു. പക്ഷേ ജിബ്രീൽ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. ജിബ്രീൽ ആരാ പഠിപ്പിക്കൽ? അള്ളാഹ് പഠിപ്പിക്കലാണ്. എപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ അള്ളാഹ് റസൂൽ ജിബ്രീലിനോട് ചോദിക്കും. ജിബ്രീൽ യസ്അലുൽ ആലിം, ജിബ്രീൽ പലപ്പോഴും ചോദിക്കുന്നത് ഒന്നുകിൽ ഇസ്രാഫീലിനോട് ചോദിക്കുമെന്ന് കിതാബുകളിൽ കാണുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കും. അതാണ് എൻ്റെ ദീനിൻ്റെ ഷർത്ത്. ഇവിടെ നമ്മൾ ഐ നോ എവറിത്തിങ് ആണ്. ഇപ്പോൾ ഐ നോ എവറിത്തിങ്. ജിബ്രീലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലും ജിബ്രീലിനോട് ചോദിക്കും. ജിബ്രീൽ പറയും അസ്അലുൽ ആലിം, ഞാൻ ആലിമിനോട് ചോദിച്ച് മറുപടി പറയും. ജിബ്രീൽ അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഇടയ്ക്ക് പലപ്പോഴുമുള്ള ഒരു ലിങ്കാണ് ആ ജിബ്രീൽ പഠിപ്പിച്ചത്. എല്ലാവരും നിങ്ങൾ പാടാക്കുക. അഊദു ബിവജ്ഹില്ലാഹിൽ കരീം വബികലിമാത്തില്ലാഹി താമ്മാത്തില്ലതീ ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ മിൻ ശർരി മാ യൻസിലു മിനസ് സമാ വശർരി മാ യർജു മിൻഹാ വശർരി മാ ദറാ ഫിൽ അർദി വശർരി മാ യഖ്റുജു മിൻഹാ വമിൻ ഫിതനിൽ ലൈലി വന്നഹാരി വമിൻ തവാരിഖിൽ ലൈലി വന്നഹാരി ഇല്ലാ താരിഖൻ യത്ലുഖു ബിഖൈരിൻ യാ റഹ്മാൻ. ഇതിൽ ഒരു കഷ്ണമാണ് കൊറോണയ്ക്ക് മതിയത്, ഒരൊറ്റ കഷ്ണം. ഏതാണ്? അഊദു ബിവജ്ഹില്ലാഹിൽ കരീം, അള്ളാഹുവിൻ്റെ വജ്ഹു കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകളെ മുഴുവനും നിലനിർത്തിക്കൊണ്ടുള്ള ദുആ. ബികലിമാത്തില്ലാഹി താമ്മ, ഇത് മാത്രമാണ് കൊറോണയ്ക്ക് വന്നിരുന്നത്, ഇത്ര മാത്രം. അല്ലതീ ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ, അള്ളാഹുവിൻ്റെ ഇൽമിനെ ഒരു നല്ലവനിക്കും ഒരു ദുഷ്ടനിക്കും കടത്തിവെട്ടാൻ സാധിക്കാത്ത ഇൽമിൻ്റെ റബ്ബ്. വമിൻ ശർരി മാ യൻസിലു മിനസ്, ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന ബലാകൾ, ആകാശത്ത് നിന്നാണ് മുസീബത്തുകൾ ഇറങ്ങുന്നത്. വമിൻ ശർരി മാ യൻസിലു മിനസ് സമാ, ആകാശത്ത് നിന്നും ആകാശത്തിൽ നിന്നും ഇറങ്ങുന്ന ആപത്തുകളെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു. വശർരിമായ റുജുവിഹ, ഭൂമിയിൽ ഞാൻ തന്നെ പാപങ്ങൾ ചെയ്ത് ശിക്ഷിക്കപ്പെടുന്ന ആപത്തുകളിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. വമിൻ ശർരി മാ ദറാ ഫിൽ അർദി, ഭൂമിയിലുള്ള മനുഷ്യനും ജിന്നും പാമ്പും പല്ലിയും എല്ലാ സൃഷ്ടികളിൽ നിന്നും ഞാൻ തൊടുന്നു. ഓൻ ശർരിമായ ഖുറുബിന, ഉരുൾപൊട്ടൽ എന്ന് പറയില്ല, അതിൽ നിന്നും കാവൽ തേടുന്നു. വമിൻ ഫിതനിൽ ലൈലി വന്നഹാരി, രാത്രിയിലെ ഷർറിൽ നിന്നും പകലിലെ ഷർറിൽ നിന്നും. വമിൻ തവാരിഖിൽ ലൈലി വന്നഹാരി, രാത്രിയിലെ കഷ്ടകാലത്തിൽ നിന്നും പകലിലെ കഷ്ടകാലത്തിൽ നിന്നും. ഇല്ലാ താരിഖൻ യത്ലുഖു ബിഖൈരിൻ യാ റഹ്മാൻ, നിന്റെ ഖൈറായ പിടിപെടലൊഴിച്ച് ബാക്കി എല്ലാത്തിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. അതുകൊണ്ട് കാണാതെ പഠിച്ചില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അത്തഹിയാത്ത് ഒരുപാട് റിസർച്ചൊക്കെ നടത്തി, അത്തഹിയാത്ത് ഓതാൻ അറിയില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ലേ? ഭയങ്കര റിസർച്ചൊക്കെയാണ് നടത്തുന്നത്. എന്തെല്ലാം മസ്റ്റേജാണ് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് കാണാതെ നിങ്ങൾ പഠിക്കണം. മനോഹരമായ ദുആയാണിത്. അഊദു ബിവജ്ഹില്ലാഹിൽ കരീം വബികലിമാത്തില്ലാഹി താമ്മാത്തില്ലാത്തി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ മിൻ ശർരി മാ യൻസിലു മിനസ് സമാ വശർരി മാ യർജു ഫീഹാ വശർരി മാ ദറാ ഫിൽ അർദി വശർരി മാ യഖ്റുജു മിൻഹാ വമിൻ ഫിതനിൽ ലൈലി വന്നഹാരി വമിൻ തവാരിഖിൽ ലൈലി വന്നഹാരി ഇല്ലാ താരിഖൻ യത്ലുഖു ബിഖൈരിൻ യാ റഹ്മാൻ. ഈ ദുആ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ആരും ഇല്ലേ എൻ്റെ ക്ലാസ്സിൽ? അതെ, ഇട്ട് തരട്ടാ. ആളൊന്നിന് 5 ദിനാർ തരുമോ? ചുമ്മാൊന്നും അല്ല, ഇത് രാവിലെ 2 മണിക്കൂർ ഇന്ന് ചിലവ്. ഞാൻ നിങ്ങളെ കൂലിക്ക്, എനിക്ക് അള്ളാൻ്റെ കൂലിയിട്ട് പടച്ചവർക്ക് ബർക്കത്തിട്ട് ഞാനിപ്പോൾ ഇടുന്നുണ്ട്. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കണം. അതിൽ ചെറിയ മുഖവര ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ദുആ നിങ്ങൾ പഠിക്കണം. മനോഹരമായ ദുആ, വല്ലാഹി ഭയങ്കര 10 കാര്യങ്ങളിൽ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. നിങ്ങൾ പഠിക്കണം. അള്ളാഹു ബർക്കത്തിട്ട് ഈ ദുആ ഇത് ദുആയായിട്ട് ഓതാം. നിങ്ങൾക്ക് ദുആയായിട്ട് തന്നെ ഇതിനെ ഓതാം, നിസ്കരിച്ചുകൊണ്ട് ഓതുമ്പോൾ ഓതാം. പക്ഷേ ഇതിൻ്റെ സുന്നത്തി കാലത്തും വൈകിട്ടും ഓതൽ സുന്നത്തി. കേരളത്തിലെ വലിയ വലിയ പണ്ഡിതന്മാർ മുഖവരകളിൽ ഇത് ഓതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ജിബ്രീൽ ചോദിച്ചു നബിയോട്, അടിച്ചിട്ട് തരട്ടെ? ഓതി അടിച്ച് മൂക്ക് കുത്തനെ വിടുന്നത് ഇഫ്രീത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് ബൽഖീസിൻ്റെ കൊട്ടാരത്തെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളാണ്. കവിയുൻ അമീൻ എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ഇത് രാവിലെയും വൈകിട്ട് നിങ്ങൾ ഓതലോ. ഞാനിപ്പോൾ ഇതിലിടും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ലൈനിലിരിക്കും ഇൻഷാ അല്ലാഹ്.